Good morning, students. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു പുതിയ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. റേഡിയോ ആക്ടിവിറ്റി. ഇതിൻ്റെ ഹിസ്റ്ററി പറയാനാണെങ്കിൽ നമുക്കറിയാം എക്സ്റേസ്. റോഡ്ജൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് എക്സ്റേസ് കണ്ടുപിടിച്ചു. എക്സ്റേസ് എന്ന് പറഞ്ഞത് ഹൈലി പെൻട്രേറ്റിംഗ് ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ്. അപ്പോൾ എക്സ്റേസിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷം കുറേയധികം സയൻറ്റിസ്റ്റ് ആ ഒരു ഫീൽഡിലേക്ക് കുറച്ച് താല്പര്യം വർദ്ധിച്ചു. അതുപ്രകാരം അതിനുശേഷം വന്ന സയൻറ്റിസ്റ്റ് ബെക്കറേൽ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഏതാണ്ട് 1852 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു തെറ്റായ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഏത് ഫോസ്ഫോറസൻ മെറ്റീരിയൽസും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും എന്ന്. അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ യുറേനിയം നൈട്രേറ്റ് എന്ന് പറഞ്ഞ എലമെൻ്റ് എടുക്കുകയുണ്ടായി. ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ അത് കോട്ട് ചെയ്ത ശേഷം ഒരു പേപ്പറിൽ അത് റാപ്പ് ചെയ്തു. വിൻ്റർ സീസണിൻ്റെ സമയം എത്തിയപ്പോഴേക്കും സൺലൈറ്റിൻ്റെ കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും റാപ്പ് ചെയ്ത പേപ്പർ ഒരു കറുത്ത ഒരു ഷെയ്ഡ് വന്നു അതിനകത്ത്. സൺലൈറ്റിലുണ്ടായിരുന്നു, അല്ലാത്ത പക്ഷം സൺലൈറ്റിൻ്റെ പ്രസൻസ് ഇല്ലാത്ത സമയത്തും ആ ഒരു പേപ്പറിൽ ഒരു ബ്ലാക്കിൻ്റെ ഷെയ്ഡ് വന്നു. അപ്പോൾ പിന്നെ ആ ഒരു എലമെൻറ്റിൽ അദ്ദേഹം കൂടുതൽ സ്റ്റഡീസ് നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത്. അതായത് റേഡിയോ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് ഹൈലി പെൻട്രേറ്റിംഗ് റേഡിയേഷൻസ്. ഹൈലി പെൻട്രേറ്റിംഗ് റേഡിയേഷൻസ് എന്ന് പറയുമ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് ആകാം, ബീറ്റ പാർട്ടിക്കിൾസ് ആകാം, ഗാമ റേസ് ആകാം, ഫ്രം ഹെവി എലമെൻറ്റ്സ്. ഹെവി എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ ദോസ് എലമെൻറ്റ്സ് ദാറ്റ് ഹാവ് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 206. അതിനെയാണ് നമുക്ക് ഹെവി എലമെൻറ്റ്സ് എന്ന് പറയാം. അതായത് സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് ഹൈലി പെൻട്രേറ്റിംഗ് റേഡിയേഷൻസ്. ഒന്നിൻ്റെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ സ്വയമേ അത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. സ്പോണ്ടേനിയസ് എമിഷൻ. ആ ഒരു പ്രോസസ്സിനെ നമുക്ക് റേഡിയോ ആക്ടിവിറ്റി, നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയാം. ആരുടെയും ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി. അത് എല്ലാ എലമെൻസിനും ഉണ്ടാവില്ല. ഹെവി എലമെൻറ്റ്സ് ഓഫ് അറ്റോമിക് നമ്പർ atomic weight greater than 206. Okay, it is a self disintegrating and irreversible process. അത് സ്വയമേ റേഡിയേഷൻസ് എമിറ്റ് ചെയ്ത് സ്വയമേ നശിഞ്ഞു പോകുന്നു. അത് ഒരു റിവേഴ്സിബിൾ അല്ല. അത് തിരിച്ച് അതേ പ്രോസസ്സിലേക്ക് എത്തില്ല. അത് സ്വയമേ നശിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. സോ ദേ ആർ irreversible process. And also it is unaffected by pressure, temperature, large electric and magnetic fields. Pressure, temperature, magnetic fields, electric fields, ഈ ഒരു പാരാമീറ്റേഴ്സിനൊന്നും ഈ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഹെവി എലമെൻറ്റ്സ് സ്വയമേ അതിൻ്റെ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. ഹൈലി പെൻട്രേറ്റിംഗ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. അതിനെ നമുക്ക് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയാം. ഇനി വേറെ ഏതെങ്കിലും എലമെൻസും പോട്ടെ, വേറെ ഏതെങ്കിലും ഇൻഫ്ലുവൻസിന് കാരണം അത് ആ റേഡിയോ ആക്ടിവിറ്റി പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റിക്ക് പകരം അതിനെ ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി എന്ന കാറ്റഗറിയിലേക്ക് പെടുത്താം. That is, artificial radioactivity means the radioactivity that can be induced in elements by bombarding them with alpha particles, neutrons, protons, etc. These are called ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി. നമുക്കറിയാം റേഡിയോ ആക്ടിവിറ്റിയുടെ കണ്ടുപിടുത്തത്തിൽ ബെക്കറേലിനും പിന്നെ അദ്ദേഹത്തിൻ്റെ ഡോക്ടർ സ്റ്റുഡൻസായ മേരി ക്യൂറി, പിയറി ക്യൂറി, ഇവരെല്ലാവരും ഒരു 1903 നോബൽ സമ്മാനം ഷെയർ ചെയ്യുകയുണ്ടായി. റേഡിയോ ആക്ടിവിറ്റിയുടെ ഈ ഒരു കണ്ടുപിടുത്തമാണ് അതിനെ സഹായിച്ചത്. അതുവഴി അവർ ഒരു പൊളോണിയം, റേഡിയം അങ്ങനെ 2 എലമെൻസിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തു. ഇനി ഈ റേഡിയോ ആക്ടിവിറ്റി എങ്ങനെയാണ്, അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റഡി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ലെഡ് ബ്ലോക്ക് എടുക്കാം. ചെറിയൊരു ലെഡ് ബ്ലോക്ക്, അതിനകത്ത് ഒരു
ചെറിയൊരു ഹോള് ഡ്രിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ലെഡ് ബ്ലോക്ക്. ഇനി ഈ ഒരു ഹോളിൻ്റെ അവിടെ ഒരു റേഡിയം എലമെൻറ്റ് പ്ലേസ് ചെയ്തു. റേഡിയം. ഇനി ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഇവർ മനസ്സിലാക്കി ദ റേഡിയേഷൻസ് എമിറ്റഡ് ഫ്രം ദ റേഡിയം എസ്കേപ്പ് ഓൺലി ത്രൂ ദ ഹോൾ. ഇതിൽ നിന്നും റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഒരു ഹോള് വഴി മാത്രമേ എമിറ്റ് ചെയ്യുന്നുള്ളൂ. ഈ ലെഡ് ബ്ലോക്കിൻ്റെ അകത്തുകൂടി ഇങ്ങനെ ഒരു എമിഷൻ ഇല്ല. എല്ലാം ഇങ്ങനെയുള്ളൊരു എമിഷൻസ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു എമിഷൻസ് നടക്കാത്തത്? ദീസ് റേഡിയേഷൻസ് ആർ അബ്സോർബ് ബൈ ദി വോൾ. ഈ ഒരു ലെഡ് ബ്ലോക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അബ്സോർബ് ചെയ്യാതെ ഈ ഒരു ഹോളിലിരിക്കുന്ന ആൾ മാത്രമേ, റേഡിയേഷൻസ് മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ. ബാക്കിയെല്ലാം ഈ ലെഡ് ബ്ലോക്ക് അബ്സോർബ് ചെയ്യുന്നു. ഇനി ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ ഒരു ഇവാക്യുവേറ്റഡ് എൻക്ലോഷറിലേക്ക് പ്ലേസ് ചെയ്യുന്നു. നമുക്കിതിനൊരു ബോക്സിലേക്ക് വയ്ക്കാം. ഒരു ഹൈലി ഇവാക്യുവേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ. Evacuated enclosure. Okay. ഇനി ഈ ഒരു the nature of these radiations emitted by the radioactive elements we can study by applying magnetic field and also electric field. ഇതിൽ നിന്നുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു റേഡിയേഷൻസിനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിലും നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം. ആദ്യം തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്യാം. ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ പാർട്ടിക്കിൾസ്, ആൽഫ പാർട്ടിക്കിൾസ് ആൻഡ് ഗാമ റേസ്. ഓക്കെ, these radiations split into 3. ഇനി നമുക്കിതിനകത്ത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ദ റേഡിയേഷൻസ് വിച്ച് ബെൻഡ് ടുവേർഡ്സ് ലെഫ്റ്റ് they are alpha particles, and the radiations which bend towards right they are beta particles, and the ray which go straight they are undeflected. We call it as gamma ray. Alpha ray ഉണ്ട്, gamma ray ഉണ്ട്, gamma ray ഉണ്ട്, beta ray ഉണ്ട്. ഇനി ഇതേ സെറ്റപ്പ് തന്നെ മാഗ്നറ്റിക് ഫീൽഡിന് പകരം നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. പോസിറ്റീവ് പോസിറ്റീവ്, ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു നെഗറ്റീവ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? കുറച്ച് റേസ് നെഗറ്റീവ് പ്ലേറ്റിലേക്കും ഈ ഒരു റേസ് പോസിറ്റീവ് പ്ലേറ്റിലേക്കും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ റേ വിച്ച് ഡിഫ്ലക്റ്റ് ടുവേർഡ്സ് നെഗറ്റീവ് പ്ലേറ്റ് they are alpha particles, and the ray that is deflect towards positive plate they are beta particles, and again the ray which goes undeflected it is called gamma rays. പിന്നീട് നടന്ന സ്റ്റഡീസിൽ മനസ്സിലായി ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്, ബീറ്റ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞത് നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്, ഗാമ എന്ന് പറഞ്ഞത് അൺചാർജ്ഡ്. ആൽഫ പാർട്ടിക്കിൾസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്, ബീറ്റ നെഗറ്റീവ്ലി ചാർജ്ഡ്, ആൻഡ് ഗാമ റേസ് ആർ അൺചാർജ്ഡ്. ഓക്കെ, പിന്നെ വീണ്ടും നടന്ന പിന്നീടുള്ള സ്റ്റഡീസിൽ മനസ്സിലായി ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ദേ ആർ അയണൈസ്ഡ് ഹീലിയം. ദേ ആർ അയണൈസ്ഡ് ഹീലിയം ആറ്റം. ബീറ്റ ആർ നത്തിങ് ബട്ട് ദേ ആർ ഇലക്ട്രോൺസ്. Then what about the gamma rays? They are nothing but electromagnetic radiations.
ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. ഇനി നമുക്ക് റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻസിൻ്റെ, അതായത് ആൽഫ, ബീറ്റ, ഗാമ, ഈ റേഡിയേഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. ദറ്റ് ഈസ് ഫസ്റ്റ് അബൌട്ട് ആൽഫ പാർട്ടിക്കിൾസ്. The alpha particles identified as nuclei of helium atoms. അത് നേരത്തെ നമ്മൾ പറഞ്ഞു. ഹീലിയം ആറ്റംസ് 2 atomic number ഉണ്ട്, 4 mass number ഉണ്ട്. So the helium atoms with 2 protons and 2 neutrons. And another point, they move with high velocities and which depends on the source emitting the particles. Since they are charged particles, it is sure that they are deflected in electric field and magnetic field. It is capable of producing fluorescence and phosphorescence. Also, it affects photographic plate. And another important point is that they get scattered while passing through thin metal foils. തിന്നായിട്ടുള്ള മെറ്റൽ ഫോഴ്സിൽ കൂടി കടന്നു പോകുമ്പോഴേക്കും ഇത് സ്കാറ്റർ ചെയ്യപ്പെടുന്നു. ഇനി അയണൈസിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ദേ അയണൈസ് ദ ഗ്യാസ് ത്രൂ വിച്ച് ദേ പാസ്. അത് പാസ് ചെയ്യുന്ന ഭാഗത്തുള്ള ഗ്യാസിനെ അത് അയണൈസ് ചെയ്യുന്നു. അയണൈസിങ് പവറിനെ പറ്റി നോക്കുവാണെങ്കിൽ ദ അയണൈസിങ് പവർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ബീറ്റ പാർട്ടിക്കിൾസ്. ഇനി പെൻട്രേറ്റിംഗ് പവർ നോക്കുവാണെങ്കിൽ അത് വളരെ കുറവാണ്. അയണൈസിങ് പവർ കൂടുതലാണെങ്കിൽ പെൻട്രേറ്റിംഗ് പവർ കുറവായിരിക്കാം. They penetrate through the matter, but the penetrating power is lower than that of beta particles. The next point, when alpha particles pass through gas, they lose their energy by ionizing the gas. ഗ്യാസിനെ അയണൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ എനർജി ലോസ് ചെയ്ത് പോകുന്നു. ഇനി ലോസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലെത്തുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നു, അതിൻ്റെ എനർജി സ്റ്റോപ്പ് ചെയ്യുന്നു. ആ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് റേഞ്ച് എന്ന് പറയാം. They are called range of the particles. This range depends on the nature of the medium, pressure, ionizing potential of the gas, and also the initial energy of alpha particles. The last point is they can induce artificial radioactivity. And next about beta particles. Beta particles are identified as electrons. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. They move with velocity. How much? 0.99 times the velocity of light. Almost velocity of light. അതേപോലെ തന്നെ അതേ വെലോസിറ്റി തന്നെയാണ് മൂവ് ചെയ്യുന്നത്. 0.99 times the velocity of light. They are deflected in electric field and magnetic field. Alpha particle ഇതുപോലെ തന്നെ it is deflected in electric and magnetic fields. They also produce fluorescence and phosphorescence. Also affect photographic plate. ഇനി അയണൈസിൻ്റെ കാര്യം നോക്കാം. They ionize the gas through which they pass. ആൽഫ പാർട്ടിക്കിളിനെ പോലെ തന്നെ അത് കടന്നു പോകുന്ന ഗ്യാസിനെ അത് അയണൈസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് അബൌട്ട് 1/100 times that of the alpha particles. ആൽഫ പാർട്ടിക്കിൾസിനേക്കാളും കുറവായിരിക്കും. അയണൈസ് ചെയ്യാനുള്ള ആ ഒരു പവർ എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിൾസിനേക്കാളും കുറവായിരിക്കും. പക്ഷേ പെൻട്രേറ്റിംഗ് പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽഫ പാർട്ടിക്കിളിനേക്കാളും 100 times കൂടുതലായിരിക്കും. They can induce artificial radioactivity. Okay, ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് അബൌട്ട് ഗാമ റേസ്. ഗാമ റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മനസ്സിലാക്കി ദേ ആർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഓഫ് വെരി ഷോർട്ട് വേവ് ലെങ്ത്. ദേ മൂവ് വിത്ത് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഇനി ഇത് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ദേ ആർ not deflected, they are undeflected. എന്തുകൊണ്ടാണ് അത് undeflected ആയത്? Since they do not contain any charged particles, they are uncharged. They produce fluorescence and they affect photographic plate, and also they ionize the gas through which they pass, but it is only 1/100th of that of the beta particles.
ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിൾ അയണൈസ് ചെയ്യുന്നതിൻ്റെ 1/100th ആയിരിക്കും. ഇനി ഗാമ എന്ന് പറഞ്ഞത് ബീറ്റ പാർട്ടിക്കിൾസ് അയണൈസ് ചെയ്യുന്നതിൻ്റെ 1/100 ടൈംസ് ആയിരിക്കും. കുറഞ്ഞു. പക്ഷേ പെൻട്രേറ്റിംഗ് പവറോ ഗാമയിലേക്ക് എത്തുമ്പോഴേക്ക് കൂടി വരും. That is, they penetrate through the matter and the penetrating power is very high. It is about 100 times that of the beta particles. Highly penetrating ആണ്. They can produce nuclear reactions and also they are used in radiotherapy. They produce heating effect in a surface exposed to them. ഏതെങ്കിലും ഒരു സർഫസിൽ അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, റേഡിയേഷൻസ് വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ആൽഫ ഡിക്കെയും ബീറ്റ ഡിക്കെയും ഗാമ ഡിക്കെയും എന്താണെന്ന് നമുക്ക് നോക്കാം. ആൽഫ ഡിക്കെ, ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ദേ ആർ ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് ദേ ആർ ദി അയണൈസ്ഡ് ഹീലിയം. എപ്പോഴാണ് ഒരു എലമെൻറ്റ് ആൽഫ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുന്നത്? സപ്പോസ് ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, നമ്മൾ കഴിഞ്ഞ ന്യൂക്ലിയറിൻ്റെ സെക്ഷനിൽ പറഞ്ഞിരുന്നു ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്താണെന്നൊക്കെ മനസ്സിലാക്കി. ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ സപ്പോസ് കുറവാണ് എന്ന് വിചാരിക്കാം. ഷുവർലി ദേ ആർ അൺസ്റ്റേബിൾ. ഇനി സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? സ്വാഭാവികമായും അതിൻ്റെ സൈസ് കുറയ്ക്കണം. അപ്പോൾ സൈസ് കുറയ്ക്കാനുള്ള ഒരു വഴിയാണ് ഗാമ റേസിനെ എമിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം ഹീലിയം, അയണൈസ്ഡ് ഹീലിയമാണ് അവിടെ എമിഷൻ നടക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ സൈസ് കുറയും. സൈസ് കുറയുമ്പോൾ ബൈൻഡിങ് എനർജി കൂടി വരും. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇൻക്രീസസ് ആൻഡ് ദ എലമെൻറ്റ് ബിക്കംസ് മോർ സ്റ്റേബിൾ. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞത് ഒന്നും കൂടി ഞാൻ എഴുതാം. ദേ ആർ അയണൈസ്ഡ് ഹീലിയം. ഓക്കെ, ഇപ്പോൾ ഒരു എലമെൻറ്റ് ഞാനിപ്പോൾ അതിന് എക്സ് എന്ന് കൊടുക്കാം. ഇസഡ് എന്ന് പറഞ്ഞത് അറ്റോമിക് നമ്പർ, എ എന്ന് പറഞ്ഞത് മാസ് നമ്പർ. ഈ ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ആൽഫ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന എലമെൻറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് വൈ എന്ന് കൊടുക്കാം. സ്വാഭാവികമായും മാസ് നമ്പർ 4 കുറയും, അറ്റോമിക് നമ്പർ 2 കുറയും. ഓക്കെ, കാരണം ഇവിടെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇസഡ് കിട്ടും. ഇത് രണ്ട് മാസ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എ കിട്ടും. ഓക്കെ, ഇതിനോടൊപ്പം നമുക്ക് ഒരു എനർജിയും കൂടി ലൂസ് ചെയ്യുന്നുണ്ട്. വേർ ക്യൂ ഈസ് ദ എനർജി റിലീസ്ഡ് ഡ്യൂറിങ് ദ പ്രോസസ്. ഇനി ഈ എനർജി എന്ന് പറയുന്നത് ഈ ഡോക്ടർ ന്യൂക്ലിയസും അതേപോലെ തന്നെ ഹീലിയം ആറ്റവും കൂടിയാണ് ഷെയർ ചെയ്യുന്നത്. ദിസ് എനർജി ഈസ് ഷെയർഡ് ബൈ ഡോട്ടർ ന്യൂക്ലിയസ് ആൻഡ് ദി ഹീലിയം ആറ്റം, അല്ലെങ്കിൽ നമുക്ക് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയാം. ഇനി ഈ എനർജി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ എനർജി എത്രയാണോ അത് മൈനസ് ഇതിൻ്റെ എനർജി മൈനസ് ഇതിൻ്റെ എനർജി. ഓക്കെ, നമുക്ക് ക്യൂ മാസ് ഓഫ് എക്സ് ഞാൻ അങ്ങനെ എഴുതുന്നു, മൈനസ് മാസ് ഓഫ് വൈ മൈനസ് മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് അങ്ങനെ കൊടുക്കുന്നു ഇൻറ്റു സി സ്ക്വയർ. ഓക്കെ, ഇതിനകത്ത് എം എക്സ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ദി പാരൻറ്റ് ന്യൂക്ലിയസ്, എം വൈ മാസ് ഓഫ് ദി daughter nucleus, and MHE is the mass of the alpha particles. ഓക്കെ, ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേണം, നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കും. കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ, that is A minus 4 divided by A into Q. ഒരു പ്രോബ്ലത്തിൽ ചിലപ്പോൾ എനർജി എത്രമാത്രം റിലീസ് ചെയ്തും തന്നിട്ടുണ്ടാകും. ആ ഒരു എലമെൻറ്റിൻ്റെ മാസ് നമ്പർ നമുക്കറിയാം. ഇനി അതിനകത്തുള്ള കൈനറ്റിക് ആൽഫ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. ഇത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും അതേപോലെ തന്നെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു എനർജി ഡോട്ടർ ന്യൂക്ലിയസും ആൽഫ പാർട്ടിക്കിൾസും ഷെയർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഒന്ന് നോക്കാം. എം ആൽഫ പാർട്ടിക്കിൾസിൻ്റെ മൊമെൻറ്റവും അതേപോലെ തന്നെ ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ മൊമെൻറ്റവും.
mv. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ വെലോസിറ്റി ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി കൺസർവേഷൻ ഓഫ് എനർജി കൊടുത്ത് നോക്കിയാലോ. ഹാഫ് എം എച്ച് ഇ വി സ്ക്വയർ ഹാഫ് എം ഡോട്ടർ ഹാഫ് എം വി, ഇത് ഡോട്ടർ ന്യൂക്ലിയസിൻ്റെയും അതേപോലെ തന്നെ ആൽഫ പാർട്ടിക്കിൾസിൻ്റെയും. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം പ്ലസ് ഈക്വൽ ടു ക്യൂ. ഇതായിരിക്കും കുറച്ചും കൂടി ക്ലിയർ. ഈ ഒരു എനർജി എന്ന് പറഞ്ഞത് ഇവർ രണ്ടുപേരും ഷെയർ ചെയ്യുന്നു. ദിസ് ഇസ് ദി അപ്ലൈങ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇനി വി വൈ നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമുക്കിതിനകത്തേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനെ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഹാഫ് എം വി സ്ക്വയർ എം എച്ച് ഇ ഉണ്ട്, ഉണ്ട്, നമുക്കൊന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഹാഫ് എം എച്ച് ഇ വി എച്ച് ഇ സ്ക്വയർ 1 plus MHE divided by MY. Okay, this is equal to Q. That means half MHE VHE square, that is the kinetic energy of the alpha particles, is equal to Q into my. ഇവിടെ നമുക്കൊന്ന് LCM കാണാം. my പ്ലസ് MHE. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്. അത് നമുക്കത് അങ്ങനെ തന്നെ എഴുതാം. കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ, ക്യാപിറ്റൽ വൈ ആണ്. ഓക്കെ, നമുക്ക് ക്യൂവിന് അങ്ങനെ തന്നെ കൊടുക്കാം. ഇനി മാസ് ഓഫ് വൈ ഇതാണ്. അത് ആറ്റോമിക് നമ്പറിലേക്ക് നമുക്ക് എഴുതുമ്പോൾ ദാറ്റ് ഈസ് എലമെൻറ്റിൻ്റെ 4 കുറയും. ഇനി ഇതും A-4. ഹീലിയത്തിൻ്റെ മാസ് എന്തായിരുന്നു? ദാറ്റ് ഈസ് 4. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും A-4 into Q divided by A. ഓക്കെ, ഇപ്പോൾ സപ്പോസ് കൈനറ്റിക് എനർജിയാണ് തന്നെങ്കിലോ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാനും ഈ ഒരു ഇക്വേഷൻ വഴി സാധിക്കും. ഇനി ബീറ്റ ഡി കെയുടെ കാര്യം നമുക്കൊന്ന് പറയാം. ബീറ്റ ഡി കെ ഇനി എപ്പോഴാണ് ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ബീറ്റ റേസിനെ എമിറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾസ് എപ്പോഴാണ് എമിറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോ കുറവാണെങ്കിൽ അത് അൺസ്റ്റേബിൾ ആയിരിക്കും. അതിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആൽഫ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുന്നത്. ഇനി ബീറ്റ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? സപ്പോസ് ദ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ടു പ്രോട്ടോൺ റേഷ്യോ കൂടുതലാണെങ്കിലും അത് അൺസ്റ്റേബിൾ ആകും. അതിൻ്റെ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്ത് ന്യൂട്രോൺസ് ടു പ്രോട്ടോൺ റേഷ്യോ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ വരും, ന്യൂക്ലിയസിൽ ഇലക്ട്രോൺ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇലക്ട്രോൺസിൻ്റെ ഒരു എമിഷൻ അവിടെ സാധ്യമാകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരും. ദിസ് ബീറ്റ പാർട്ടിക്കിൾസ് എമിറ്റഡ് ബൈ ദ ന്യൂക്ലിയസ്. എങ്ങനെയാണ് അത് ന്യൂക്ലിയസിന് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നത്? അവിടെ ചെറിയൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ന്യൂട്രോൺസിൻ്റെ ദാറ്റ് ഈസ് ആസ് എ റിസൾട്ട് ഓഫ് കൺവേർട്ടിംഗ് ദി ന്യൂട്രോൺ ഇൻ ടു പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ. ന്യൂട്രോൺ അവിടെ പ്രോട്ടോൺ ആയിട്ടും ഇലക്ട്രോൺ ആയിട്ടും കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു ഇലക്ട്രോൺ ആണ് അവിടെ എമിറ്റ് ചെയ്യപ്പെടുന്നത്.
ഇനി പാരന്യൂക്ലിയസ് നമുക്ക് എഴുതാം. പാരന്യൂക്ലിയസിന് എക്സ് എന്ന് കൊടുക്കാം. ഇസഡ് അറ്റോമിക് നമ്പർ, എ മാസ് നമ്പർ. ഇത് ബീറ്റ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുന്നു. നമുക്കൊരു ഡോട്ടർ ന്യൂക്ലിയസിനെ കിട്ടി. ഇലക്ട്രോൺസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. -1 0 ചാർജ്, നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ്. സ്വാഭാവികമായി മാസ് നമ്പറിന് വ്യത്യാസം വരുന്നില്ല. -1 ആണ്. ഇവിടെ ഒരു അറ്റോമിക് നമ്പർ 1 കൂടും. Okay, they have the same mass number but atomic number will be increased by 1. നേരത്തെ പോലെ തന്നെ ഇവിടെയും ഒരു എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീടുള്ള സ്റ്റഡീസിൽ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു എനർജി റിലീസ് ചെയ്യുന്നതിൻ്റെയോടൊപ്പം തന്നെ ഒരു ആൻറ്റി ന്യൂട്രിനോ എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്കിൾസ് ബീറ്റ ഡിക്കയോടൊപ്പം സംഭവിക്കുന്നുണ്ട്. പോളി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് അത് പ്രൊപ്പോസ് ചെയ്തത്. തൽക്കാലം നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് മാത്രം നോക്കിയാൽ മതി. നമുക്ക് മറ്റൊരു ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പോകുന്നില്ല. നമുക്കത് പിന്നീട് നോക്കാം. എന്നാൽ പറയുകയാണ് ആൻറ്റി ന്യൂട്രിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 0 റെസ്റ്റ് മാസും അതേപോലെ തന്നെ 0 ചാർജ് സ്പിൻ ഹാഫുള്ള പാർട്ടിക്കിൾസാണ് ആൻറ്റി ന്യൂട്രിനോ എന്ന് പറയുന്നത്. ദേ ആർ എമിറ്റഡ് ഡ്യൂറിങ് ദി ബീറ്റ ഡികെ. ഓക്കെ, ഇനി ഗാമ ഡികെയും കൂടി നമുക്ക് നോക്കാം. ഗാമ ഡികെ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞു, ദേ ആർ പ്യുവർലി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. ഇനി എപ്പോഴാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത്? നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്, സപ്പോസ് ഒരു ആറ്റം എന്ന് പറഞ്ഞത് ഹയർ എനർജി സ്റ്റേറ്റിലാണെങ്കിൽ ഒരു ലോവർ എനർജി സ്റ്റേറ്റ് ഉണ്ട്. സപ്പോസ് ഇത് ലോവർ എനർജി സ്റ്റേറ്റ്, ഇത് ഹയർ എനർജി സ്റ്റേറ്റ്. ഹയർ എനർജി സ്റ്റേറ്റിലിരിക്കുന്ന ആൾ എപ്പോഴാണ് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുന്നത്? അതിൻ്റെ എക്സ്ട്രാ എനർജി അത് ലിബറേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻ ദി ഫോട്ടോൺസ് ഓഫ് എനർജി H. അപ്പോഴാണ് അത് ലോവർ എനർജിയിലേക്ക് വരുന്നത്. ഇപ്പോൾ റേഡിയാക്റ്റീവ് എലമെൻറ്റ് ആൽഫ പാർട്ടിക്കിൾസിനെയോ ബീറ്റ പാർട്ടിക്കിൾസിനെയോ എമിറ്റ് ചെയ്തോട്ടെ. അപ്പോൾ അങ്ങനെ എമിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഹയർ എനർജി സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. ആ ഹൈ എനർജി സ്റ്റേറ്റിലുള്ള എലമെൻറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ന്യൂക്ലിയസിനെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് റിട്ടേൺ ചെയ്തുകൊണ്ട് വരണം. ദ ന്യൂക്ലിയസ് ക്യാൻ റിട്ടേൺ ടു ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ബൈ എമിറ്റിംഗ് ദി ഗാമ റേസ് ഓർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ കേസ് പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു കോബാൾട്ട് എന്ന് പറഞ്ഞ എലമെൻറ്റ് 2760 അത് ബീറ്റ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്ത് അത് നിക്കലായിട്ട് മാറുന്നുണ്ട്. അതൊരു Ni 2860 ബീറ്റ പാർട്ടിക്കിൾസ് അത് എമിറ്റ് ചെയ്തു. ബീറ്റ പാർട്ടിക്കിൾസിലേക്ക് എമിറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അത് ഓൾറെഡി ഇറ്റ് ഈസ് ഇൻ ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് മാറ്റണം. അത് സാധ്യമാകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്, ഒരു 2 ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്താൽ മാത്രമേ നിക്കൽ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്തുള്ളൂ. ഓക്കെ, ബൈ എമിറ്റിംഗ് 2 ഗാമ റേസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ഡികെയും എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു ലോയും കൂടി നമുക്കൊന്ന് നോക്കാം. കാരണം ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലോയാണ്. സോഡിഫാക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് ലോ. ആദ്യത്തെ ലോ എന്ന് പറയുന്നത്, in all non-radioactive transformations either an alpha or beta particle is emitted by the atom at one time. അതായത് ഒരു എലമെൻറ്റ് അറ്റ് എ ടൈമിൽ ഒന്നില്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസിനെയോ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിൾസിനെയോ എമിറ്റ് ചെയ്യുള്ളൂ. രണ്ടും കൂടി ഒരുമിച്ചോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ചെയ്യില്ല. ഓക്കെ, ഇൻ ഓൾ റേഡിയോ ആക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻസ്, in all radioactive transformations, either an alpha or beta is emitted
by the atom at one time. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞത് നമുക്ക് നേരത്തെ അറിയാം, ഒരു പാരന്യൂക്ലിയസ് ആൽഫ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുമ്പോൾ ഡോട്ടർ ന്യൂക്ലിയസിന് അറ്റോമിക് നമ്പർ 2 കുറയുകയും മാസ് നമ്പർ 4 കൂടുകയും ചെയ്യുന്നു. ഓക്കെ, വെൻ എ റേഡിയോ ആക്റ്റീവ് ആറ്റം എമിറ്റ്സ് ആൻ ആൽഫ പാർട്ടിക്കിൾസ്, നമുക്കൊരു യുറേനിയം വെച്ച് ചൂസ് ചെയ്യാം. യുറേനിയം 92 to 38 ആൽഫ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുന്നു. ആൽഫ പാർട്ടിക്കിൾ അത് തോറിയായി മാറി. ഇറ്റ് ഈസ് എ ന്യൂ എലമെൻറ്റ്. ഇത് നമുക്ക് യുറേനിയം, ഇത് തോറിയം, ന്യൂ എലമെൻ്റ് ആയിട്ട് മാറി. what happened will be less by 4 units in atomic number, 4 units in mass number 234, and atomic number less by 2 units 2He4. പിന്നെ ഒരു അഡീഷണൽ എനർജി റിലീസിങ് കൂടി സംഭവിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സപ്പോസ് വെൻ റേഡിയോ ആക്റ്റീവ് ആറ്റം എമിറ്റ്സ് ബീറ്റ പാർട്ടിക്കിൾസ് ആണെങ്കിലോ, പുതിയൊരു ആറ്റം ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇൻക്രീസ് ബൈ യൂണിറ്റി. തോറിയം 90 234 ബീറ്റ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്നു, ന്യൂ എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നു 234. അറ്റോമിക് നമ്പറിന് ഒന്നുകൂടി മാസ് നമ്പറിന് വ്യത്യാസമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു എനർജി റിലീസിങ് സംഭവിക്കുന്നു. ഇതാണ് സോഡിഫാൻജൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. ഓക്കെ, ഇന്ന് എത്ര കാര്യങ്ങൾ മനസ്സിലാക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് റേഡിയോ ആക്റ്റീവ് ഡീക്കേനെ പറ്റി കൂടുതലായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.